പീപ്പിൾ ടിവി ഇൻവെസ്റ്റിഗേഷൻ. സംസ്ഥാനത്ത് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നതായി പീപ്പിൾ വാർത്താ സംഘത്തിന്റെ കണ്ടെത്തൽ. 5 സ്റ്റാർ ബാർ ലൈസൻസിന്റെ മറവിൽ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നത്. ബാറുകളുടെ നിയമലംഘനത്തിന്റെ തെളിവുകൾ പീപ്പിൾ ടിവി പുറത്തുവിട്ടു. സംസ്ഥാനത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീപ്പിൾ വാർത്താ സംഘം സത്യാവസ്ഥ തേടിയിറങ്ങിയത്. തിരുവനന്തപുരം കടനംകുളത്തുള്ള ലേക്ക് പാലസ് ഹോട്ടലിലെത്തിയ ഞങ്ങൾ ആദ്യം ബാറിന്റെ കാര്യം റിസപ്ഷനിൽ ചോദിച്ചു. അവിടെയുണ്ടായിരുന്ന ജീവനക്കാരൻ എക്സിക്യൂട്ടീവ് ബാറിലേക്കാണ് ഞങ്ങൾക്ക് വഴികാട്ടിയത്. എക്സിക്യൂട്ടീവ് ബാറിലെത്തിയപ്പോൾ അവിടെ യാതൊരു വിദേശ മദ്യവും എക്സിബിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സംശയം കൊണ്ട് ചോദിച്ച ഞങ്ങളോട് ലോക്കൽ ബാർ തൊട്ടടുത്ത റൂമിലുണ്ടെന്നും അവിടെ പോകുന്നതാണ് ഇവിടത്തേക്കാൾ സാമ്പത്തികമായി ലാഭമെന്നും ബാർ ജീവനക്കാരൻ പറഞ്ഞു. ലോക്കൽ ബാറിലെത്തിയ ഞങ്ങളെ ഞെട്ടിച്ചത് 5 സ്റ്റാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ ബാറിന്റെ പോലും നിലവാരമില്ലാത്ത കൗണ്ടറിൽ നിന്നുപോലും മദ്യപിക്കുന്നവരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബാറിന്റെ കാഴ്ചയായിരുന്നു. ഇവിടെ മദ്യം വേണമെങ്കിൽ ആദ്യം കൗണ്ടറിൽ പോയി ആവശ്യമുള്ള മദ്യത്തിന്റെ പേര് പറഞ്ഞ് പണം നൽകി ബില്ലുമായി വരണം. അതിനുശേഷം ഈ ബില്ലുമായി മദ്യം വിളമ്പുന്ന കൗണ്ടറിലെത്തി മദ്യം വാങ്ങി അവിടെ നിന്ന് കഴിക്കുകയോ മുൻവശത്തിട്ടിരിക്കുന്ന കസേരകളിൽ ഇരുന്ന് കഴിക്കുകയോ ചെയ്ത് മടങ്ങണം. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ദിവസവും ഈ സ്റ്റാർ ഹോട്ടലിന്റെ പുറത്തുള്ള ഊടുവഴിയിലൂടെ മദ്യപിക്കാനായി എത്തുന്നത്. മദ്യത്തിന്റെ ബില്ല് ചോദിച്ച ഞങ്ങൾക്ക് ഒരു തുണ്ട് കടലാസിൽ തുക രേഖപ്പെടുത്തി ജീവനക്കാരൻ നൽകുകയായിരുന്നു. കൂടുതൽ പേരും ഇവിടെ നിന്ന് മദ്യം പാഴ്സലായി വാങ്ങി മടങ്ങുന്നതും ഞങ്ങളുടെ ഒളി ക്യാമറയിൽ പതിഞ്ഞു. എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിലും കടനംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 300 മീറ്റർ അകലെയുമാണ് ഈ നിയമലംഘനം നടക്കുന്നത് എന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ബാർ ഉടമകളുടെയും അവിശുദ്ധ ബന്ധമാണ് വെളിപ്പെടുത്തുന്നത്. ഒരു ലോക്കൽ ബാറിൻ്റെ സെറ്റപ്പിലുള്ള മദ്യ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഒട്ടേറെ ആളുകളാണ് ഇവിടെ ദിവസവും മദ്യപിച്ച് പോകുന്നത്. രാവിലെ 7:30 പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ബാറാണ് 5 സ്റ്റാർ കാറ്റഗറിയിൽപ്പെട്ട സർക്കാർ ലൈസൻസ് കൊടുത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. എക്സൈസ് അധികാരികളും അതുപോലെ മറ്റെല്ലാവരും കണ്ണടച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇതിനുള്ളിലൊന്നതും ശ്രദ്ധേയമാണ്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം. അതേസമയം 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത മദ്യവിതരണം കൗണ്ടറുകൾ പാടില്ലെന്ന് ബാറിൽ പ്രവേശിക്കുന്നതിനായി മാത്രമായി പ്രത്യേക വഴി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സലീം കുമാറും വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുണ്ടെന്ന വാദമാണ് എക്സൈസ് കമ്മീഷണറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗവും അനധികൃത ബാറുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുന്നോട്ട് വെച്ചത്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മദ്യവിതരണ കൗണ്ടർ സംവിധാനം പാടില്ലെന്നും ബാറിന്റെ പ്രവേശന കവാടമായി ഊടുവഴി പാടില്ലെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യർ പറയുന്നു. പ്രത്യേക വഴിയൊക്കെ അങ്ങനെ ചെയ്യാൻ പ്രൊവിഷൻ അങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ല. പറ്റത്തില്ല. അതായത് ഒരു ഒറ്റ ആ ഹോട്ടലിൽ ഒറ്റ ഇതായിരിക്കും, അതിനകത്ത് ഓരോ അവർ പൈസ അടച്ചിട്ട് ഓരോ സെക്ഷനിലും മദ്യം കൊടുക്കാന്നുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കൗണ്ടർ തുടങ്ങിയിട്ട് അവിടെ വേറൊരു എൻട്രി പാടില്ല. അതേസമയം അനധികൃത ബാറുകളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബാർ പൂട്ടിക്കുമെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗം സലീം കുമാർ വ്യക്തമാക്കുന്നു. സാർ, അപ്പോൾ ഒരു സംശയം, നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടലില്ലേ സാറേ, നമ്മൾ ഈ കൗണ്ടർ പാടുണ്ടോ? അങ്ങനെ അത് എന്റെ നിയമം അങ്ങനെ അല്ല, അതിൽ പെർമിറ്റിൽ പറയുന്നുണ്ട് കൗണ്ടർ. അതിൽ കൗണ്ടർ വരൂല്ല, പക്ഷെ വരാൻ സാധ്യതയില്ല. അതിൽ നമ്മൾ റൂളില് പെർമിറ്റ് കൊടുക്കുന്നതിൽ ഈ കൗണ്ടർ ബാറിൽ ഉണ്ടാവില്ല. കൗണ്ടർ 5 സ്റ്റാറിൽ വരില്ല. കാര്യം കൗണ്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ വരില്ല. കാര്യം അവിടെ വരുന്ന എല്ലാവരും VIP ആൻഡ് VVIP മോഡലാണല്ലോ. അവരാരും ഈ കൗണ്ടറിൽ പോകാൻ സാധ്യത ഇല്ല എന്നാണ് എന്റെ അറിവ്. അങ്ങനെ പരിശോധന നടത്തിയിട്ടുണ്ടോ സാർ തിരുവനന്തപുരത്ത്? അങ്ങനെ വല്ല നടക്കുന്നതായിട്ട് വല്ല അറിവിൽപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നടത്തി എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഏതോ ഒരു 5 സ്റ്റാറിൽ ഒരു പ്രത്യേക കൗണ്ടർ തുടങ്ങി പോലീസ് അടച്ചല്ലോ, തൃശ്ശൂരാ. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഉണ്ടോ സാറ്? ഇല്ല. അതിനുശേഷം എല്ലാം പിന്നെ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. കൗണ്ടർ ഓപ്പൺ ചെയ്യില്ല. കൗണ്ടർ ഓപ്പൺ ചെയ്ത് നമ്മൾ അറിഞ്ഞാൽ അപ്പോഴേ പൂട്ടിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ ഹോട്ടൽ ലേക്ക് പാലസിലെ ഈ അനധികൃത ബാറിന് നേരെ കണ്ണടയ്ക്കുകയാണ്. ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുവെന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാദമാണ് ഈ ഹോട്ടൽ ലേക്ക് പാലസിലെ അനധികൃത ബാറിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്യദുരന്തം ഉണ്ടാകുമ്പോഴായിരിക്കും ഇത്തരം ഉദ്യോഗസ്ഥർ ശക്തമായ നിയമ നടപടികളിലേക്ക് പോവുക. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം.
തിരുവനന്തപുരം കഠിനംകുളത്തുള്ള 5 സ്റ്റാർ ഹോട്ടലായ ലേക്ക് പാലസിൽ പ്രവർത്തിക്കുന്ന അനധികൃത ബാറിൽ ലക്ഷങ്ങളുടെ മദ്യവിൽപ്പനയാണ് ദിവസവും നടക്കുന്നത്. അതേസമയം വിലക്കുറവിൽ മദ്യം ലഭിക്കുന്നതിനാൽ തന്നെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ലേക്ക് പാലസിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് മദ്യപിക്കുന്നതിനായി ദിവസവും ബാറിലേക്ക് എത്തുന്നത്. സംഭവം 5 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ ഇവിടെ ലഭിക്കുന്ന മദ്യമാകട്ടെ വില കുറഞ്ഞ മദ്യവും. അതുകൊണ്ട് തന്നെയാണ് തീരദേശത്ത് പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മദ്യപിക്കുന്നതിനായി ദിവസവും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. 5 സ്റ്റാർ ഹോട്ടൽ ലേക്ക് പാലസിലെ അനധികൃത ബാറിൽ മദ്യത്തിന് വില വളരെ കുറവാണ്. ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ബാറിലേതിൻ്റെ പകുതിയിൽ താഴെയാണ് ലോക്കൽ ബാറിൽ മദ്യത്തിൻ്റെ വില. MH, സീസർ, MCB, JDF, ഹണിബി തുടങ്ങിയ ബ്രാൻഡി ഇനങ്ങൾക്ക് 150 രൂപ മുതൽ 220 രൂപ വരെയാണ് 600 ml വില. പക്ഷേ ഹോട്ടലിൻ്റെ ഊടുവഴിയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ബാറിൽ വില വെറും 60 രൂപ മുതൽ 70 രൂപ വരെ മാത്രം. 365 രൂപ മുതൽ 450 രൂപ വരെ വിലയുള്ള കൂടിയ ബിയറുകൾ മാത്രമാണ് എക്സിക്യൂട്ടീവ് ബാറിൽ ലഭിക്കുക. എന്നാൽ ലോക്കൽ ബാറിൽ 120 രൂപ മുതൽ 190 രൂപ വരെയുള്ള ബിയറുകൾ മാത്രം യഥേഷ്ടം ലഭ്യമാകും. മെജോറിറ്റി ഉപഭോക്താക്കളായ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പ്രിയ ഇനമായ ജവാൻ റം ഇവിടെ സുലഭമാണ്. എല്ലാ ദിവസവും രാവിലെ 7:30-നും 8:30-നും പ്രവർത്തിച്ചു തുടങ്ങുന്ന ഈ ബാർ രാത്രി വളരെ വൈകിയാണ് അടയ്ക്കുന്നത്. നമ്മൾ സാധാരണ ഉഴപ്പില്ലാത്ത വില ഉണ്ട്. ഒരു ഫുള്ളിന് ഒരു ലിറ്ററിന് 590 രൂപ. അതെ, ജവാൻ 500-ൻ്റെത് 310 രൂപ. 500-ൻ്റെത് 300 രൂപ. അപ്പുറത്ത് അകത്ത് കയറുകയാണെങ്കിൽ അകത്ത് തന്നെ. അതല്ല, എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്തൊരു കക്ഷി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അകത്ത് വലിയ ബാറുണ്ട്, പിന്നെ പുറത്ത് നമുക്ക് ഇന്ന് അടിക്കാനുള്ള ഉണ്ടെന്ന് പറഞ്ഞു. അതായെന്ന് അറിയാമോ, റൂം എടുക്കുന്നവർക്ക് അത് റൂമിന് ഭയങ്കര ചാർജാണ്. എത്ര മണിക്ക് തുറക്കും എല്ലാ ദിവസവും? എല്ലാ ദിവസവും 8:30-ക്ക് തുറക്കും. രാവിലെ 8:30-ക്ക് തുറക്കും. എത്ര മണിക്ക്? 11 മണി വരെ ഉണ്ടാവും അല്ലേ? ആൾക്കാർക്ക് ഇരിക്കുന്ന പോലെയാണ്. ഗൗരവമായ നിയമലംഘനം നടന്നിട്ടും യാതൊരു നടപടിയും എടുക്കാതെ അധികാരികൾ മൗനം പാലിക്കുകയാണ്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനൂർ. വാർത്തകളിലേക്ക്. പുതിയ 6 5 സ്റ്റാർ ബാറുകൾക്ക് അനുമതി നൽകിയതിന് പിന്നിൽ കോടികളുടെ അഴിമതിയുണ്ടെന്ന് ബാർ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് പറഞ്ഞു. ലോക്കൽ ബാറുകൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലും അഴിമതി നടന്നിട്ടുണ്ടെന്നും ബിജു രമേശ് പീപ്പിൾ ടിവിയുടെ വാർത്തയോട് പ്രതികരിച്ചു. അങ്ങനെ പ്രവർത്തിക്കുന്നതായി കാണിച്ചുകൊണ്ട് വരികയും പക്ഷേ നടപടികളൊന്നും ഇല്ലാത്ത രീതിയിൽ അത് പോവുകയും ചെയ്തു. ഇപ്പൊ തന്നെ 6 ഹോട്ടലുകൾ ലൈസൻസുകൾ നൽകിയിട്ടുള്ളത് എത്ര കോടി രൂപ സംഭാവന മേടിച്ചിട്ടാണെന്നുള്ളത് പരക്കെ ഒരു സംഭാഷണമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് ആക്കിയതിനു ശേഷവും അതിനു മുമ്പ് ലൈസൻസ് നൽകിയപ്പോൾ 25 ലക്ഷം രൂപയായിരുന്നു കെ ബാബുവിന് വേണ്ടി ബിനോയ് വഴി വാങ്ങിയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വാങ്ങിയതൊക്കെ 2-3 കോടിയൊക്കെയാണ് കണക്കുകൾ പറഞ്ഞു കേൾക്കുന്നത്. അതിന്റെ വ്യക്തതയായിട്ടുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ല. ഇനി കൊടുത്തവർ പറയത്തുമില്ല, കാര്യം അവർക്ക് ലൈസൻസ് കിട്ടി. ഈ വാങ്ങിയവരാരും സമ്മതിക്കത്തുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതിയും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ അടുത്തൊരു കേസ് കൂടി വരാനുള്ള സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ പൈസകൾ കോടികൾ അവരെ വാങ്ങിയത് കൊണ്ടാണ് അവർക്ക് ഈ ലോക്കൽ ബാർ തുടങ്ങാനുള്ള മൗന സമ്മതം നൽകി പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായുള്ള കേന്ദ്ര സേനയെത്തി. ശാസ്ത്ര സിമാബെല്ലിലെ 670 പേരടങ്ങുന്ന 7 കമ്പനി സേനയാണ് എയർ ഇന്ത്യയുടെ 2 പ്രത്യേക വിമാനങ്ങളിലായി നെടുമ്പാശ്ശേരിയിലെത്തിയത്. ഇവരെ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ വിന്യസിക്കും. 3-ാം സംഘം വൈകിട്ട് 6-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. പശ്ചിമബംഗാളിൽ സുരക്ഷയ്ക്കായുണ്ടായി ഇരുന്ന 3500 സേനാംഗങ്ങളെയാണ് ഈ മാസം 6-നകം 10 പ്രത്യേക വിമാനങ്ങളിൽ കേരളത്തിലെത്തിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2,60,00,000 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലും കുറവ് വയനാട്ടിലുമാണ്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയ്ക്കാണ് അംഗീകാരമായിരിക്കുന്നത്. 2,60,19,284 വോട്ടർമാരാണ് ആകെ സംസ്ഥാനത്തുള്ളത്. 1,35,08,693 സ്ത്രീകളും 1,25,10,589 പുരുഷ വോട്ടർമാരുമാണ് ഇതുപ്രകാരം സംസ്ഥാനത്തുള്ളത്. ഇവരിൽ 23,289 പേർ പ്രവാസി വോട്ടർമാരാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 30.33 ലക്ഷം പേർ. കുറവ് വയനാട് ജില്ലയിലും 5.95 ലക്ഷം. വോട്ടർമാരുടെ എണ്ണം ജില്ല തിരിച്ച് ഇപ്രകാരമാണ്. കാസർഗോഡ് 9,90,513 പേർ. കണ്ണൂർ ജില്ലയിൽ 1,94,614 വോട്ടർമാർ. വയനാട് ജില്ലയിൽ 5,95,681. കോഴിക്കോട് ജില്ലയിൽ 23,59,731 പേർ. മലപ്പുറം ജില്ലയിൽ 30,33,864.
പാലക്കാട് ജില്ലയിൽ 21,86,112, തൃശൂർ 24,87,686 പേർ, എറണാകുളം ജില്ലയിൽ 24,71,518 പേർ, ഇടുക്കിയിലാകട്ടെ 8,86,133 പേർ, കോട്ടയം ജില്ലയിൽ 15,54,714 പേർ, ആലപ്പുഴ ജില്ലയിൽ 16,93,155 പേർ, പത്തനംതിട്ട ജില്ലയിൽ 10,25,172, കൊല്ലം ജില്ലയിൽ 20,93,407 പേർ, തിരുവനന്തപുരം ജില്ലയിലാകട്ടെ 26,99,984 പേരുമാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക നാളെ തയ്യാറാകും. തിങ്കളാഴ്ച വൈകിട്ട് 5 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പത്രികകളെല്ലാം സ്വീകരിച്ചു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം നാളെ വൈകിട്ടോടുകൂടി വ്യക്തമാകും. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിവരെയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന സമയം. അതിനുശേഷമാകും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുക. സംസ്ഥാനത്താകെ 1647 നാമനിർദ്ദേശ പത്രികകളാണ് ഇത്തവണ ലഭിച്ചത്. ഇവയുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ ദിവസം നടന്നു. അതാത് വരണാധികാരികൾക്ക് മുന്നിലാണ് സൂക്ഷ്മ പരിശോധന നടന്നത്. പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെതിരെയടക്കം വ്യാപക പരാതികളാണ് സൂക്ഷ്മ പരിശോധനയ്ക്കിടെ വന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, മറ്റ് മന്ത്രിമാർ അടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചു. ഉമ്മൻചാണ്ടിയുടെ പത്രിക സ്വീകരിച്ചതിനെതിരെ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകും. പത്രിക സ്വീകരിച്ച വരണാധികാരിക്കെതിരെയും പരാതി നൽകും. VS അച്യുതാനന്ദനെതിരെ കോൺഗ്രസ് നൽകിയ പരാതി വരണാധികാരി തള്ളിയിരുന്നു. കെ മുരളീധരൻ, KK ഷാജു, KM ഷാജി, AP അബ്ദുള്ളക്കുട്ടി, മമ്പറം ദിവാകരൻ, PK ജയലക്ഷ്മി എന്നിവരുടെ പത്രികകളും പരാതികൾക്കിടെ സ്വീകരിച്ചു. അതേസമയം PK ജയലക്ഷ്മിക്കെതിരായ സബ് കളക്ടറുടെ റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി. 2011 സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകി എന്നതിനെതിരെയാണ് റിപ്പോർട്ട്. ഇതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാകും നടപടി സ്വീകരിക്കുക. പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പത്രികകളൊന്നും സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിട്ടില്ല. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും പ്രമുഖ നേതാക്കൾക്ക് അപരന്മാരുമുണ്ട്. അതേസമയം പലയിടങ്ങളിലും ഡമ്മി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിട്ടുണ്ട്. ഏതായാലും നാളെ വൈകിട്ടോടുകൂടിയാകും തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ ചിത്രം വ്യക്തമാകുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിശ്രമജീവിതം കൃഷിക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലൂടെ സംതൃപ്തി കണ്ടെത്തുകയാണ് തൃശൂർ സ്വദേശി വേണുവും കുടുംബവും. റിട്ടയർമെന്റിന് ശേഷമുള്ള ഒഴിവുവേളകളിലാണ് കൃഷി ആരംഭിച്ചതെങ്കിലും വേണുവിന് ഇതൊരു നേരം പോക്കല്ല. പുരയിടത്തോട് ചേർന്നുള്ള 40 സെന്റിലാണ് ഇവരുടെ കുടുംബ കൃഷി. കുടുംബപരമായി കാർഷിക പാരമ്പര്യമുണ്ടെങ്കിലും BSNL ജീവനക്കാരനായിരുന്ന വേണുവിന് കൃഷിയിൽ സജീവമാകാൻ കഴിഞ്ഞത് റിട്ടയർമെന്റിന് ശേഷമാണ്. തൃശൂർ കോട്ടപ്പുറത്തെ പുരയിടത്തോട് ചേർന്നുള്ള 40 സെന്റിലാണ് വേണു സമ്മിശ്ര കൃഷി ആരംഭിച്ചത്. ഓരോ തരിമണ്ണിനെയും അടുത്തെറിഞ്ഞ് കൃഷിക്കിറങ്ങിയ വേണുവിനെ സഹായിക്കാൻ ഭാര്യ തനൂജയും ഒപ്പം ചേർന്നു. ആദ്യഘട്ടത്തിൽ കപ്പയും വാഴയുമാണ് നട്ടതെങ്കിലും വെണ്ട, വഴുതന, പയർ, മത്തൻ, കുമ്പളം, പാവയ്ക്ക എന്നിവയൊക്കെ പിന്നാലെ എത്തി. വളർച്ചയ്ക്ക് കരുത്തു പകരാനും കീടങ്ങളെ തുരത്താനും ജൈവമാർഗ്ഗങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വീട്ടിലെ ആവശ്യം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് നൽകാനും പച്ചക്കറികൾ ധാരാളമുണ്ടാകും. സാമ്പത്തിക നേട്ടത്തിന് പുറമെ സ്വന്തമായി കൃഷി ചെയ്യുന്നതിന്റെ സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണെന്നാണ് വേണുവിന്റെ അഭിപ്രായം. ജോലിയുള്ള സമയത്താണെങ്കിലും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നേരം ഒരു 2 മണിക്കൂറോളം പറമ്പിലൊക്കെ അത്യാവശ്യം പറ്റാവുന്ന പണി ചെയ്യും. എന്നിട്ട് ജോലിക്ക് പോകും. ഇപ്പോൾ റിട്ടയർമെന്റ് അതിന് ശേഷം ഫുള്ളായിട്ട് 7 മണിക്ക് കയറി കഴിഞ്ഞ ഒരു 11 മണി വരെ നമുക്ക് ഒരു ഇങ്ങനെ നടക്കും. ഈ പറമ്പൊക്കെ നടക്കുമ്പോൾ ഒരു സുഖം വേറെ. 6ലധികം വ്യത്യസ്ത ഇനം വാഴകൾക്ക് പുറമെ നിരവധി ഫലവൃക്ഷങ്ങളും വള്ളിച്ചെടികളും തോട്ടത്തിലുണ്ട്. വിവിധ ഇനം മുളകുകളുടെ ശേഖരവും ഇവിടെയുണ്ട്. 40 സെന്റിലെ കൃഷിയിടത്തിൽ ഇനിയും കൂടുതൽ വിളകളിറക്കാനുള്ള പരിശ്രമത്തിലാണ് വേണുവും കുടുംബവും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ന്യൂസ് ഇൻ ബ്രീഫ് ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്. കേരളത്തിലെ മത്സ്യലഭ്യതയിൽ വൻ കുറവ്. 2014 മൊത്തം ലഭ്യത 5.76 ലക്ഷം ടണ്ണായിരുന്നത് 2015 4.82 ലക്ഷം ടണ്ണായി കുറഞ്ഞു. 16% കുറവുണ്ടായെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ പഠന റിപ്പോർട്ട്. ഇറാഖിൽ ഗുരുതര ഭരണ പ്രതിസന്ധി. ഷിയ വിഭാഗക്കാർ പാർലമെന്റ് കയ്യേറി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പാർലമെന്റ് കയ്യേറിയത് മൊക്താദ സാദറിനെ അനുകൂലിക്കുന്നവർ. വിജയ് മല്യയുടെ കിങ്ഫിഷർ എയർലൈൻസിന്റെ ലോഗോ ലേലം ചെയ്യാനുള്ള ബാങ്കുകളുടെ ശ്രമം 2ാം വട്ടവും പരാജയപ്പെട്ടു. ലേലത്തിലെടുക്കാൻ ആളില്ലാതെ വന്നതോടെയാണ് ബാങ്കുകളുടെ നീക്കം പരാജയപ്പെട്ടത്.